ബോധം കെട്ട് കിടക്കുന്ന ഖദീജയെ ഗുൽഫാം തട്ടി വിളിക്കുന്നു. ഖദീജ സുൽത്താനാ, എണീക്ക്, കണ്ണു തുറക്ക്. എല്ലാവരും ചുറ്റും കൂടി നിന്ന് വിളിച്ചു. സുൽത്താനയ്ക്ക് എങ്ങനെയുണ്ട്? മാത്രാച്ചി ചോദിച്ചു. ബോധം പോയതാ, സാദിക പറഞ്ഞു. നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാനാവില്ല, വേഗം നിലവറയിലേക്ക് പോകണം. ലിയോ, സുൽത്താനയെ നീ കൊണ്ടുവാ, മാത്രാച്ചി പറഞ്ഞു. ഓക്കെ. ലിയോ ഖദീജയെ എടുത്തുകൊണ്ട് അവരോടൊപ്പം നടന്നു. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ലിയോ കാലിടറി വീഴാൻ പോന്നു. ആ, ലിയോ ഒച്ച വെച്ചു. ലിയോ, ഹുറം വിളിച്ചു. മാത്രാച്ചി ലിയോയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവൻ്റെ പുറകിൽ ചോരയുണ്ടായിരുന്നു. നിനക്ക് വെടിയേറ്റിട്ടുണ്ട് ലിയോ. നിങ്ങളിവിടെ നിൽക്കണ്ട, വേഗം നടന്നു, മാത്രാച്ചി പറഞ്ഞു. ഹുറം കരഞ്ഞുകൊണ്ട് ലിയോയെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടന്നു. നീ എണീക്കണ്ട ലിയോ, ഞാൻ ഇപ്പോൾ വരാം, മാത്രാച്ചി പറഞ്ഞിട്ട് ഖദീജ സുൽത്താനയും കൊണ്ടുപോയി. ലിയോ അവശനായി അവിടെ കിടന്നു. നിലവറയിലേക്ക് എത്തിയവർ അവിടെ ഇരുന്നു. ഹുറം ഷേസാദ് മുഹമ്മദിനെയും ഷേസാദ് മുസ്തഫയും പിടിച്ചുകൊണ്ടിരുന്നു. ഗുൽഫാമും സാദികയും ഖദീജ സുൽത്താനയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഞാൻ പോയി ക്രിമിയക്കാരനെ നോക്കിയിട്ട് വരാം, മാത്രാച്ചി പറഞ്ഞു. ഹുറം അയാളെ നോക്കി. മുസ്തഫ, പേടിക്കണ്ട, സുൽത്താൻ സുലൈമാൻ വന്ന് നമ്മളെ രക്ഷിക്കും. ടോപ്കാപ്പി പാലസിലെ നിലവറയിൽ എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു. മാഹിദേവരാൻ കരയുന്നത് കണ്ട വാലിദ സുൽത്താന പറയുന്നു. കരയണ്ട മാഹിദേവരാൻ, നമ്മുടെ ഷേസാദുമാർ എൻ്റെ മോനോടൊപ്പമാണുള്ളത്, അവർ സുരക്ഷിതരായിരിക്കും. ഈ കലാപം അദ്ദേഹത്തിനെതിരെയല്ലേ നടക്കുന്നത് വാലിദ, അതാണ് എനിക്ക് പേടി. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട. എൻ്റെ മകനെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല, അവൻ അത്രയും ശക്തനാണ്. ഖദീജയെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് എനിക്ക് പേടി. ഇപ്പോൾ ഇവിടെ കലാപം ഉണ്ടാക്കുന്ന ആരും ഇനി സമാധാനത്തോടെ ജീവിക്കില്ല. ഹുറത്തിൻ്റെ മോതിരം മാഹിദേവനാൻ്റെ കയ്യിൽ കിടക്കുന്നത് നിഗാർ ശ്രദ്ധിക്കുന്നു. സുംബുലാഗ, മുകളിൽ ചെന്ന് അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വാ, വാലിദ സുൽത്താന പറഞ്ഞു. സുംബുൽ കുമ്പിട്ടിട്ട് പോയി. മാത്രാച്ചി ലിയോയെ നിലവറയിൽ കൊണ്ടുവന്ന് കിടത്തി. ഹുറം സങ്കടപ്പെട്ട് നോക്കുന്നു. സാദിക, നീ പോയി ഫിസിഷ്യനെ വിളിച്ചുകൊണ്ട് വാ. ശരി, അവൾ പോകുന്നു. ഞാനും പോകാം, മാത്രാച്ചി അവളോടൊപ്പം പോയി. അവർ ഫിസിഷ്യനെയും കൊണ്ട് അവിടെ എത്തി. ആദ്യം സുൽത്താനയെ നോക്ക്, മാത്രാച്ചി പറഞ്ഞു. ഖദീജയെ നോക്കിയ ഫിസിഷ്യൻ പറയുന്നു. സുൽത്താനയ്ക്ക് അബോർഷൻ സംഭവിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ എങ്ങനെ നോക്കാനാ? കിച്ചണിലേക്ക് മാറ്റിയാലോ? കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും സുൽത്താനയെ രക്ഷിക്കൂ, ഹുറം പറഞ്ഞു. ഫിസിഷ്യൻ തലയാട്ടി. ഗുൽഫാം കരയുന്നു. സുംബുൽ വന്ന് പറയുന്നു. സുൽത്താന, ഞാൻ അയാസ് പാഷയെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ സ്ഥിതി ഇപ്പോഴും മോശമാണ്, ആരും പുറത്തിറങ്ങരുതെന്നാണ്. അതിർത്തിയിലെത്തിയ സുലൈമാനോട് കൊബാൻ മുസ്തഫ പാഷ വന്ന് പറയുന്നു. പട്ടാള മേധാവി മുസ്തഫ ആഗിയുടെ നേതൃത്വത്തിൽ ഓട്ടോമാൻ പട്ടാളക്കാർ കലാപം നടത്തുകയാണ്. അവർ മാർക്കറ്റ് മുഴുവൻ തീയിട്ടു. അയാസ് പാഷയുടെ പാലസും നശിപ്പിച്ചു. ഇപ്പോഴവർ ബാബി ഹ്യൂമിയൂൺ ഗേറ്റിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരുടെ ആവശ്യം ഇബ്രാഹിം പാഷയെ ഗ്രാൻഡ് വിസിയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ്. അവർ ഇബ്രാഹിം പാഷയുടെ പാലസും ആക്രമിച്ചു. അവർ എൻ്റെ കുടുംബത്തെയും ആക്രമിച്ചല്ലേ? ടോപ്കാപ്പി പാലസിലെ വിവരങ്ങൾ എന്താണ്? ഒന്നും അറിയില്ല എനിക്കാരം. അയാസ് പാഷ അവിടെയുണ്ട്. അദ്ദേഹം പറ്റും വിധമെല്ലാം പ്രതിരോധിക്കുന്നുണ്ട്. പട്ടാള മേധാവി മുസ്തഫ ആഗിക്ക് മെസ്സേജ് കൈമാറണം. എത്രയും പെട്ടെന്ന് ഈ കലാപം അവസാനിപ്പിക്കാൻ അറിയിക്കണം. ഞാൻ അയാളെ ടോപ്കാപ്പി പാലസിൽ കാത്തിരിക്കുന്നുവെന്ന് അറിയിക്കണം. സുലൈമാൻ പോകാനായി തിരിഞ്ഞപ്പോൾ കൊബാൻ മുസ്തഫ പാഷ പറയുന്നു. ഇൻകാരം, കടൽ വഴി പോകൂ. സുലൈമാൻ തിരിഞ്ഞു നോക്കി. അങ്ങയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. സുലൈമാൻ ഒന്നും മിണ്ടിയില്ല. മെയ്ദാൻ പാലസിൽ നിലവറയിലിരുന്ന് എല്ലാവരും തളർന്നിരുന്നു. മാത്രാച്ചി അങ്ങോട്ട് കയറി വരുന്നു. എന്തെങ്കിലും വാർത്തയുണ്ടോ? ഹുറം ചോദിച്ചു. ഒരു മാറ്റവുമില്ല, അവർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഖദീജ സുൽത്താനയെ ചേംബറിലേക്ക് മാറ്റണം. കുറച്ചു നേരം കൂടി ക്ഷമിക്കൂ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ലിയോയും ചോര വാർന്ന് ബോധം പോയി കിടക്കുകയായിരുന്നു. ക്രിമിയക്കാരൻ്റെ അവസ്ഥ എന്തായി? അയാൾ മരിച്ചു പോവുമോ? ഹുറം ചോദിച്ചു. അദ്ദേഹത്തിന് ആഴത്തിൽ മുറിവുണ്ട്, പക്ഷെ മരിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ മുറിവുണങ്ങാൻ സമയമെടുക്കും. ലിയോ സ്വന്തം ജീവൻ പോലും ത്യജിച്ചാണ് ഖദീജ സുൽത്താനയെ രക്ഷിച്ചത്. നമുക്കവനൊരു അവിശ്വാസിയായിരിക്കാം, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ഒരു ധീരനാണ്, മാത്രാച്ചി പറഞ്ഞു. ഹുറം നെടുവീർപ്പെട്ടു. ടോപ്കാപ്പി പാലസിൽ നിലവറയിലിരുന്ന് എല്ലാവരും ക്ഷീണിച്ചു. സുംബുൽ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നു. സുൽത്താന, ഇത് കഴിക്കേ, ദായ ഖാത്തൂൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചു. സുൽത്താന ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, ഇത്തിരി കഴിക്കേ. എനിക്ക് വേണ്ടതായേ. സുംബുൽ, എൻ്റെ മകൻ എത്തിയോ എന്ന് അയാസ് പാഷയോട് പോയി ചോദിച്ചിട്ട് വാ. സുംബുൽ കുമ്പിട്ടിട്ട് പോകുന്നു. പട്ടാളക്കാർ ഗേറ്റിന് വെളിയിലുണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ മുസ്തഫ ആഗിയോട് പറയുന്നു. നമ്മൾ ഗലാട്ടയിൽ നിന്നും തുറമുഖത്തേക്ക് പോയി അവിടുത്തെ കടകളും ബോട്ടുകളും തീയിട്ട് നശിപ്പിച്ചു. അവിടുത്തെ വെനിറ്റിയൻസിനും ഇറ്റാലിയൻസിനും അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഈ ഗേറ്റ് തുറന്നാൽ അവർ നമ്മുടെ ആവശ്യം അംഗീകരിക്കും, അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്തു അതിനായി പോരാടും. മുസ്തഫ ആകെ തലയാട്ടി. 2 ഗാർഡ്സ് അങ്ങോട്ട് വരുന്നു. ഒരാൾ പോയി അവരെ തടഞ്ഞു നിർത്തി. ഞങ്ങൾ സുൽത്താൻ സുലൈമാൻ്റെ മെസ്സേജുമായി വന്നതാണ്. അയാളെ വിട്ടേക്ക്. അയാൾ മുസ്തഫ ആഗിയുടെ അടുത്തേക്ക് ചെന്ന് അത് കൊടുക്കുന്നു. അത് വായിച്ച മുസ്തഫ ആഗ ആ മെസ്സേജ് അടുത്ത് നിന്ന് ആൾക്ക് കൊടുത്തിട്ട് പറയുന്നു. അവസാനം ഇൻകാരം ഹണ്ടിങ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്.
കലാപം അവസാനിപ്പിക്കാനാണ് ഉത്തരവ്. അദ്ദേഹം എന്നെ പാലസിലേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം കൗൺസിൽ മീറ്റിംഗ് വിളിക്കുമായിരിക്കും. നമുക്ക് പറയാനുള്ളത് കേൾക്കാനും തയ്യാറാവും. താങ്കൾ എന്താണ് പറയാൻ പോകുന്നത് മുസ്തഫ ആഗ? മുസ്തഫ ആഗ ചിരിച്ചുകൊണ്ട് പുറകിൽ നിന്നിരുന്ന പട്ടാളക്കാർക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുന്നു. എല്ലാവരും ക്യാമ്പിലേക്ക് തിരികെ പോക്കോ. ഇൻക്യാരം നമ്മുടെ അപേക്ഷ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ശക്തി അവർ മനസ്സിലാക്കിയിരിക്കുന്നു. സുൽത്താൻ സുലൈമാൻ നീണാൽ വാഴട്ടെ, അവർ വാളുകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നിലവറയിൽ ഇരുന്നവർ ഉറങ്ങിപ്പോയിരുന്നു. ഖദീജ സുൽത്താനയ്ക്ക് ബോധം വരുന്നു. അവളുടെ ഒച്ച കേട്ട ഗുൽഫാമും ഹുറവും എണീറ്റു. ഹുറം അടുത്ത് ചെന്ന് പറയുന്നു, പേടിക്കേണ്ട സുൽത്താന, ഞങ്ങളിവിടെയുണ്ട്. എനിക്ക് വയറുവേദന എടുക്കുന്നു. ഗുൽഫാമിന് കരച്ചിൽ വന്നു. ഹുറം അവരെ നോക്കി. ഇപ്പോൾ ഒന്നും അറിയണ്ട എന്നവൾ പതുക്കെ പറഞ്ഞു. ഗുൽഫാം തലയാട്ടി. മാത്രാച്ചി കയറി വരുന്ന ഒച്ച കേട്ട അവർ ഞെട്ടി തിരിഞ്ഞു നോക്കി. പട്ടാളക്കാർ തിരികെ പോയി. വാ, സുൽത്താനയെ നമുക്ക് റൂമിലേക്ക് മാറ്റാം, ഗുൽഫാം പറഞ്ഞു. മാത്രാച്ചിയും ഗുൽഫാമും കൂടി ഖദീജയെ കൊണ്ടുപോകുന്നു. ഹുറം ഷഹസാദുമാരെ എസ്മയുടെ കൂടെ വിട്ടു. അവർ പോയി കഴിഞ്ഞപ്പോൾ ലിയോയെ നോക്കി. എന്നിട്ട് ഫിസിഷ്യനോട് ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് ഉണങ്ങാൻ സമയമെടുക്കും. ഹുറം ലിയോയെ നോക്കി. അദ്ദേഹം രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ സുൽത്താന. നിങ്ങളിപ്പോൾ ഖദീജ സുൽത്താനയുടെ അടുത്തേക്ക് പൊക്കോ. അവർ എണീറ്റ് പോകുന്നു. ഹുറം ലിയോയുടെ അടുത്തിരുന്നു. അവൻ്റെ കയ്യിൽ തൊടുന്നു. ലിയോ പതുക്കെ കണ്ണു തുറന്നു. നിന്റെ മുറിവ് ഉണങ്ങിക്കോളും. നീ സുഖമായി വരും ലിയോ. ഇല്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്. നിന്നെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേ ഞാൻ മരിച്ചു കഴിഞ്ഞു അലക്സ്. ലിയോ, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഞാൻ പോവുകയായിരുന്നു അലക്സ്, നിനക്ക് വേണ്ടി, നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ. അപ്പോഴാണ് കലാപം തുടങ്ങിയത്. എനിക്ക് കപ്പൽ കിട്ടിയില്ല. ഹുറം ഒരു പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ചു കൊടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഈജിപ്തിൽ ഇബ്രാഹിമിന് സുലൈമാൻ്റെ കത്ത് കിട്ടുന്നു. ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ, താങ്കൾ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയിലും സ്വർഗത്തിലും താങ്കൾക്കും സന്തോഷം കിട്ടട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. കഠിന പ്രയത്നം ചെയ്ത് ഈജിപ്തിനെ പുനഃസ്ഥാപിച്ചതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിശ്വസ്തതയും വിധേയത്വവുമുള്ള ഒരു ഗ്രാൻഡ് വിസിയർ എന്ന നിലയിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ ഓട്ടോമാൻ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്താംബൂളിലേക്ക് മടങ്ങി വരാൻ സമയമായിരിക്കുന്നു. ഇവിടെ അങ്ങയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ പാഷ? ഇൻക്യാരം എന്നോട് മടങ്ങി ചെല്ലാൻ പറയുകയാണ്. പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ. അയാൾ കുമ്പിട്ടിട്ട് പോയി. ഖദീജ കണ്ണു തുറക്കുന്നു. ഗുൽഫാം, ഞാൻ ഇവിടെ തന്നെയുണ്ട് സുൽത്താന. എൻ്റെ കുഞ്ഞ്. ഗുൽഫാം ഒന്നും മിണ്ടിയില്ല. ഹുറം എസ്മയെ നോക്കി. ഹുറം, ഖദീജ വിളിച്ചു. ഹുറം ഖദീജയുടെ അടുത്ത് ചെന്നിരുന്നു. എന്തു പറയണമെന്നറിയാതെ ഗുൽഫാമിനെ നോക്കുന്നു. ഖദീജ അവളെ തന്നെ നോക്കി. വളരെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് സുൽത്താന. എന്തായാലും നമ്മൾ അതിനെ അതിജീവിച്ചു. ഗുൽഫാം തലയാട്ടി. ഹുറം, എൻ്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചു? ഹുറവും ഗുൽഫാമും പരസ്പരം നോക്കി. ഗുൽഫാം കരയുന്നു. സുൽത്താന, നിങ്ങളുടെ കുഞ്ഞിപ്പോൾ സ്വർഗത്തിലാണ്. ഖദീജ അലറിക്കരയുന്നു. ഷഹസാദ് മുസ്തഫയും ഷഹസാദ് മുഹമ്മദും അത് നോക്കിയിരുന്നു. സുംബുൽ നിലവറയിൽ വന്ന് പറയുന്നു, വാലിദ സുൽത്താന. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ എത്തിയിട്ടുണ്ട്. പട്ടാളക്കാർ അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങിപ്പോയി. അള്ളാ, നന്ദി. ഷഹസാദ് മുസ്തഫ സുരക്ഷിതനായി തിരിച്ചെത്തിയോ? മാഹി ദേവരാൻ ചോദിച്ചു. അതെനിക്ക് അറിയില്ല സുൽത്താന. ഖദീജയെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? അവിടുത്തെ കാര്യങ്ങളും അറിയാനായിട്ടില്ല സുൽത്താന. വാലിദ സുൽത്താന തളർന്നു വീഴാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് ഗാർഡ്സിനെ അങ്ങോട്ട് വിടാൻ സുൽത്താന. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചേംബറിലേക്ക് തിരികെ പോകാനാവും. നമ്മളിപ്പോൾ സുരക്ഷിതരാണ്, സുംബുൽ പറഞ്ഞു. വാലിദ സുൽത്താന തലയാട്ടി. മാഹി ദേവരാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സുൽത്താൻ സുലൈമാൻ അയാസ് പാഷയോട് ചോദിക്കുന്നു, കലാപം അവസാനിച്ചു. സൈനികർ തിരികെ പോയി. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്? ഇൻക്യാരം, പട്ടാള മേധാവി മുസ്തഫ ആഗയാണ് ഈ കലാപത്തിന് പിന്നിൽ. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ഹൈദാർ എഫൻഡിയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. അവർ എല്ലാം തീയിട്ട് നശിപ്പിച്ചു. അതിൽ എൻ്റെ പാലസുമുണ്ട് ഇൻക്യാരം. കൊട്ടാരത്തിലെ കാവൽക്കാരും ജോലിക്കാരുമാണ് അവരെ ഇങ്ങോട്ട് കയറാതെ ചെറുത്തു നിൽക്കാൻ എന്നെ സഹായിച്ചത്. ഇവിടെ ആർക്കും വലിയ പരിക്കില്ല. പക്ഷേ കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും വെനിറ്റിയൻസിനും ഫ്രഞ്ച് ട്രേഡേഴ്സിനും ഇറ്റാലിയൻസിനും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സുലൈമാൻ തലയാട്ടി. എൻ്റെ കുടുംബം കലാപം തുടങ്ങിയപ്പോഴേ അവരെ സുരക്ഷിതരായി നിലവറയിലേക്ക് മാറ്റിയിരുന്നു. അള്ളാഹുവിന് നന്ദി. ഇപ്പോൾ അവർ സുരക്ഷിതരായി സ്വന്തം ചേംബറുകളിലേക്ക് മടങ്ങിപ്പോയി. നല്ലത്. പക്ഷേ ഖദീജ സുൽത്താനയെ പറ്റി ഒന്നും അറിയാനായില്ല. സുൽത്താന മെയ്താനി പാലസിൽ കുടുങ്ങിപ്പോയി. ഞാൻ ഗാർഡ്സിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എൻ്റെ കുതിരയെ റെഡിയാക്കി നിർത്തിക്കോ. ഞാൻ തന്നെ പോയി ഖദീജയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം. മാഹി ദേവരാൻ ചേംബറിലെത്തി വിഷമിച്ച് നടക്കുന്നു. വിഷമിക്കേണ്ട സുൽത്താന, ഇൻക്യാരൻ തിരിച്ചെത്തിയില്ലേ? ഷഹസാദ് മുസ്തഫയും തിരിച്ചു വരും. അള്ളാ, എൻ്റെ മോനെ വേഗം എൻ്റെ അടുത്ത് എത്തിക്കണേ. മാഹി ദേവരാൻ്റെ കയ്യിൽ കിടക്കുന്ന ഹുറത്തിൻ്റെ മോതിരം ഗുൽഷ കാണുന്നു. സുൽത്താന, ഈ മോതിരം?
മാഹി ദേവ്രാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. അയ്യോ, ഞാനിതിൻ്റെ കാര്യം മറന്നുപോയി. ആരും കണ്ടിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. മാഹി ദേവ്രാൻ വേഗം അതൂരി അലമാരയിൽ കൊണ്ടുപോയി വെച്ചു. ഞാൻ തന്നെ ഇപ്പോഴാണ് കണ്ടത്. നിലവറയിലെ ബഹളത്തിൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വാലിദ സുൽത്താനയും ദായ ഹാത്തൂനും ചേംബറിലേക്ക് വരുന്നു. ഇൻക്യാരം വന്നാൽ ഉടനെ തന്നെ ഖദീജ സുൽത്താനയുടെ അടുത്ത് പോയി വിവരങ്ങൾ അന്വേഷിക്കും. സുലൈമാൻ അങ്ങോട്ട് വരുന്നു. വാലിദ, അവർ ഹഗ് ചെയ്തു. വാലിദ, എല്ലാം അവസാനിച്ചു, ഇനി വിഷമിക്കേണ്ട. ഖദീജയെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ മോനെ? ഖദീജ മെയ്താനി പാലസിൽ കുടുങ്ങിപ്പോയെന്നാണ് അറിഞ്ഞത്. പക്ഷെ വിഷമിക്കേണ്ട, ഞാൻ തന്നെ പോയി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഹുറം എവിടെ? ഷേസാദുമാർ സുരക്ഷിതരാണോ? സുലൈമാൻ ചോദിച്ചു. അവർ നിന്റെ കൂടെ ആയിരുന്നില്ലേ? മുസ്തഫയ്ക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ നേരത്തെ തന്നെ ഇങ്ങോട്ട് അയച്ചിരുന്നു. അവർ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. വാലിദ സുൽത്താനയ്ക്ക് ഒന്നും മിണ്ടാനായില്ല. സുലൈമാൻ അവിടുന്ന് പെട്ടെന്ന് പോയി. ഖദീജ വിഷമിച്ച് കിടക്കുകയായിരുന്നു. സാദിക എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. യസ്മ ഹുറത്തിന് കൊടുത്തപ്പോൾ ഹുറം പറയുന്നു, എനിക്ക് വേണ്ട, കുട്ടികൾക്ക് കൊടുത്തേക്ക്. ഹുറം സാദികയെ ഒന്ന് നോക്കി. എന്നിട്ട് എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, ആ ക്രിമിയക്കാരൻ്റെ വിശേഷം എന്താണ്? ഫിസിഷ്യനും മാത്രാച്ചി നസ്സു എഫൻഡിയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹുറം തലയാട്ടി. പെട്ടെന്ന് പുറത്തുനിന്ന് ഒച്ച കേട്ട ഹുറം നോക്കുന്നു. സുലൈമാൻ അങ്ങോട്ട് വരികയായിരുന്നു. അവൾ ഓടി താഴേക്ക് പോകുന്നു. അവിടെ എത്തിയ സുലൈമാൻ അവിടെയാകെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് നോക്കുന്നു. സുലൈമാൻ! ഹുറം വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നീ ഓക്കെയാണോ? അവൾ തലയാട്ടി. ഷേസാദുമാരെവിടെ? അവർ സുരക്ഷിതരാണ് സുലൈമാൻ. ഖദീജയോ? എല്ലാവരും മുകളിലുണ്ട്. സുലൈമാൻ കയറി ചെല്ലുന്നു. ബാബാ! മുസ്തഫയും മുഹമ്മദും ഓടിച്ചെന്നു. അയാൾ അവരെ ഹഗ് ചെയ്തു. ഖദീജയെ നോക്കിയപ്പോൾ അവൾ വിഷമത്തോടെ തല കുനിച്ചു. സുലൈമാൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. രക്ഷപ്പെടാനായി ഓടിയപ്പോൾ സുൽത്താന സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. സുൽത്താനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗുൽഫാം പറയാൻ തുടങ്ങുമ്പോൾ ഖദീജ ഇടയ്ക്ക് കയറി പറയുന്നു, ഇൻക്യാരം, അവരെൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. സുലൈമാൻ ഒന്നും മിണ്ടിയില്ല. മാഹി ദേവരാൻ വിഷമിച്ച് നടക്കുന്നു. വാലിദ സുൽത്താന കയറി വന്ന് പറയുന്നു, ഷേസാദുമാരെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. അതെന്താ? അവർ ഇപ്പോൾ എവിടെയാണ്? മുസ്തഫ! മാഹി ദേവരാൻ തല കറങ്ങി വീണു. അവർ ബെഡിലേക്ക് കിടത്തുന്നു. മാത്രാച്ചി ലിയോയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് പറയുന്നു, ഈ മരുന്ന് കഴിച്ചാൽ തൻ്റെ വേദന മാറും, സുഖമായി ഉറങ്ങാം. നസ്സു എഫൻഡി, എനിക്കിവിടെ നിൽക്കണ്ട, എന്നെ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോ. ഇന്നിവിടെ നിൽക്കാം, നാളെ നോക്കട്ടെ. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. സുലൈമാൻ കയറി വരുന്നു. മാത്രാച്ചി തല കുമ്പിട്ട് നിന്നു. ലിയോ എണീക്കാൻ പോയപ്പോൾ സുലൈമാൻ തടഞ്ഞു. എണീക്കണ്ട, താങ്കളെ ഇവിടെ നന്നായി പരിചരിക്കും. ഇൻക്യാരം, ലിയോയ്ക്ക് ലോഡ്ജിൽ പോകണമെന്ന് പറയുകയായിരുന്നു. എങ്ങും പോകണ്ട, അദ്ദേഹത്തിന് സുഖമായിട്ട് താനും പോയാൽ മതി. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും പാലസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഫിസിഷ്യൻസും സെർവൻസും ഉണ്ട്. ഒന്നിനും മടി കാണിക്കണ്ട. ലിയോ അയാളുടെ നാട്ടിലേക്ക് തിരികെ പോകാനിരിക്കുകയായിരുന്നു. കലാപം തുടങ്ങിയപ്പോൾ പിന്നെ പോകാനാവാതെ ഇവിടെ തന്നെ നിന്നു. എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ പറ്റും വിധം എല്ലാവരെയും സുരക്ഷിതരാക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഖദീജ സുൽത്താനയ്ക്ക് അപകടം സംഭവിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് നസ്സു എഫൻഡി? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ആർക്കറിയാം. എൻ്റെ കുടുംബത്തെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. മാത്രാച്ചി തലയാട്ടി. അള്ളാഹു അങ്ങയെയും കുടുംബത്തെയും ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. സുലൈമാൻ തലയാട്ടിയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ മാത്രാച്ചി പറയുന്നു, ഇൻക്യാരം, കലാപമുണ്ടാക്കിയവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഓട്ടോമൻ പട്ടാളക്കാരെ നിയന്ത്രിക്കാനാവാതെ വന്നേക്കാം. അങ്ങത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുലൈമാൻ മാത്രാച്ചിയുടെ തോളിൽ തട്ടിയിട്ട് അവിടുന്ന് പോയി. ടോപ്കാപ്പി പാലസിൽ വാലിദ സുൽത്താനയും മാഹി ദേവരാനും പ്രാർത്ഥനയിലായിരുന്നു. നിഗാർ കാഫ ഒന്ന് കുമ്പിട്ടിട്ട് പറയുന്നു, സുൽത്താന, മെയിൻ ഗാർഡനിൽ സുൽത്താൻ സുലൈമാനും മറ്റുള്ളവരും എത്തിയിട്ടുണ്ട്. ഖദീജ വന്നോ? മുസ്തഫ വന്നോ? മാഹി ദേവരാൻ ചോദിച്ചു. അതെനിക്കറിയില്ല. അവരെ സ്വീകരിക്കാൻ സുംബുലാഗ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാനാവില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ തായേ. അവർ പോകുന്നു. തിരിച്ചെത്തിയ സുലൈമാൻ അയാസ് പാഷയോട് ചോദിക്കുന്നു, ആഗമാർ എത്തിയോ? അവർ എത്തിയിട്ടുണ്ട് ഇൻക്യാരം. അങ്ങേ കാത്തിരിക്കുകയാണ്. അവരെ എനിക്ക് കാണണം. പക്ഷേ ഇവിടെ വെച്ചല്ല. അവരോട് കൗൺസിൽ മീറ്റിംഗ് നടക്കുന്ന മുറ്റത്തേക്ക് വരാൻ പറ. അവിടെ വെച്ച് കൗൺസിൽ മീറ്റിംഗ് കൂടുകയും ചെയ്യാം. ഉത്തരവ് പോലെ ഇൻക്യാരം. ഫോറിൻ മിനിസ്റ്റർ ഹൈദാർ എഫൻഡിയെ വിളിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻക്യാരം. സുലൈമാൻ എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ നിന്നു. കൊട്ടാരത്തിലെ വണ്ടികൾ എത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. മുസ്തഫയെ കണ്ട മാഹി ദേവരാൻ സന്തോഷമായി. അവർ ഹഗ് ചെയ്തു. ഇറങ്ങി വന്ന ഗുൽഫം സുംബുലാഗയോട് പറയുന്നു, സുംബുലാഗ, ഖദീജ സുൽത്താനെ ഒന്ന് സഹായിക്കണം. സുംബുലാഗ അങ്ങോട്ട് പോയി. ഖദീജ എവിടെ? വാലിദ സുൽത്താന ചോദിച്ചു. സുൽത്താന വരുന്നുണ്ട്. സുംബുലാഗ ഖദീജയെ പിടിച്ചിറക്കുന്നു. അത് കണ്ട വാലിദ സുൽത്താനയും ചെന്ന് പിടിച്ചു. എന്തു പറ്റി മോളെ? ഖദീജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ്. വാലിദ സുൽത്താന അവളുടെ കവളിൽ മുത്തം വെച്ചു. ഗാർഡ്സ് വന്ന് കാത്തു നിന്നിരുന്ന പട്ടാളക്കാരോട് പറയുന്നു, ഇൻക്യാരം നിങ്ങളെ കൗൺസിൽ സ്ക്വയറിൽ വെച്ച് കാണും. അങ്ങോട്ട് വിളിക്കുന്നുണ്ട്.
മുസ്തഫ ആകെ മറ്റൊരാളും അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയിട്ട് അവർ നടന്നു. ഗുൽനിഹാൽ മെഹ്റുമ സുൽത്താനയെ നോക്കുകയായിരുന്നു. ഹുറം അങ്ങോട്ട് കയറി വരുന്നു. അവളെ കണ്ട മെഹ്റുമ ഓടിച്ചെന്നു. ഹുറം അവളെ എടുത്തു. ഗുൽനിഹാൽ മഹമ്മത്തിനെയും. നീ ഓക്കെയാണോ ഹുറം? ഹുറം ഗുൽനിഹാലിനെയും ഹഗ് ചെയ്തു. സെലിം എവിടെ? അകത്തുണ്ട്. അവർ അങ്ങോട്ട് പോയി. ഹുറം സെലിമിനെ എടുത്ത് മുത്തം വെച്ചു. എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. നിങ്ങളുടെ അടുത്തേക്ക് എത്താനാവില്ലേ എന്ന് ഞാൻ പേടിച്ചു പോയി. നന്ദി അല്ലാ. നീ ഇൻക്യാരത്തിൻ്റെ കൂടെ അല്ലായിരുന്നോ? നിന്നെ കാണാനില്ല എന്ന് കേട്ട് ഞാൻ പേടിച്ചു പോയി ഹുറം. ഹുറം തലയാട്ടി. ഇതെൻ്റെ പുനർജന്മം തന്നെയാണ് ഗുൽനിഹാൽ. ഇനി പിള്ളേരുടെ മുമ്പിൽ വെച്ച് നമുക്കിത് സംസാരിക്കണ്ട. സുൽത്താന, ഞാൻ കുളിക്കാനുള്ളതെല്ലാം ഒരുക്കാം. കുളിച്ചിട്ട് റെസ്റ്റ് ചെയ്യാം. ഹുറം തലയാട്ടി. ഷെഹസാദ് മുസ്തഫ മാഹിദേവരാൻ സുൽത്താനയോട് പറയുന്നു. ആ പക്ഷികൾ ചത്തുപോയി. അത് കണ്ട് ഹുറം സുൽത്താന പറഞ്ഞു, ഇത് ബാഡ് ലക്കാണ്, എന്തോ മോശം സംഭവിക്കാൻ പോകുന്നുവെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം, അമ്മയെ കാണണമെന്ന്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പാലസിൽ കയറാൻ പറ്റിയില്ല. ഹുറം സുൽത്താനയാണ് ഞങ്ങളെ രക്ഷിച്ചത്. സുൽത്താന എന്നെ കൂടെ ചേർത്ത് പിടിച്ചു. ഹുറം നിന്നെ രക്ഷിച്ചോ? ഹുറം സുൽത്താന എന്നെ നോക്കി. ഞാൻ മഹമ്മത്തിനെ നോക്കി. മാഹിദേവരാൻ അവനെ ഹഗ് ചെയ്തു. സുൽത്താൻ സുലൈമാൻ മുസ്തഫ ആകിയെ കാണാനെത്തുന്നു. അവർ കുമ്പിട്ടു. സുലൈമാൻ അവരെ തന്നെ നോക്കിയിട്ടിരുന്നു. ഞാൻ എൻ്റെ സൈനികരുടെ പരാതികൾ കേൾക്കാൻ വന്നതാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇൻക്യാരം, നമ്മുടെ സൈനികർ വീരന്മാരും ധീരന്മാരുമാണ്. അങ്ങും ആ സേനയിലെ ഒരു അംഗമാണ്. കുറച്ച് നാളുകളായി ഞങ്ങൾ ഞങ്ങളുടെ പരാതി അങ്ങയോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അങ്ങയുടെ മന്ത്രിമാർ ഞങ്ങളെ ചെവിക്കൊണ്ടില്ല. ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ ഞങ്ങളുടെ പരാതി അങ്ങയെ അറിയിക്കുക പോലും ചെയ്തില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും നിന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, പട്ടാളക്കാർ അസ്വസ്ഥരാണ്, അവർക്കൊരു യുദ്ധത്തിന് പോകാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന്. അങ്ങയോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന ഇതാണ്, ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പിന്നെ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് യുദ്ധത്തിനായി പോകണം. സുലൈമാൻ ആലോചിക്കുന്നു. അയാസ് പാഷ പുച്ഛത്തോടെ ചിരിച്ചു. ഹൈദാർ എഫൻഡിയെ നോക്കി. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ഇതാണ് ഞങ്ങളുടെ അപേക്ഷ ഇൻക്യാരം. അങ്ങിത് അംഗീകരിച്ച് നടപ്പിലാക്കി തന്നാൽ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സുലൈമാൻ ഒരു ദീർഘശ്വാസം എടുത്തു. എല്ലാവരും ആകാംക്ഷയോടെ നിന്നു. സുലൈമാൻ സിംഹാസനത്തിൻ്റെ കൈപ്പിടിയിൽ കൈവച്ചു. സുലൈമാൻ്റെ പേഴ്സണൽ ഗാർഡ് അത് ശ്രദ്ധിച്ചു. സുലൈമാൻ എണീറ്റ് മുസ്തഫ ആഗിയുടെ അടുത്തേക്ക് നടക്കുന്നു. ഞാനിവിടെ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിഴലായതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇനി ഒരിക്കലും ഇതുപോലെ അപമാനവും ക്രൂരതയും നേരിടേണ്ടി വരില്ല. ഫോറിൻ മിനിസ്റ്റർ ഹൈദാർ എഫൻഡിയും ശ്രദ്ധിച്ചു. സുലൈമാൻ മുസ്തഫ ആഗിയുടെ മുഖം ഉയർത്തി നോക്കുന്നു. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ. സുലൈമാൻ ഗാർഡിൻ്റെ വാളെടുത്ത് അയാളെ വെട്ടി. അടുത്ത് നിന്നിരുന്ന ആളുടെ മുഖത്തേക്ക് ചോര തെറിച്ചു. താഴെ വീണ് കിടന്ന മുസ്തഫ ആഗിയെ ഒന്ന് നോക്കിയിട്ട് അയാളോട് പറയുന്നു, അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. സുലൈമാൻ ഹൈദാർ എഫൻഡിയുടെ അടുത്തേക്ക് വന്നു. ഹൈദാർ എഫൻഡി, താനും ഈ ചതിയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് കേൾക്കുന്നു. അയ്യോ, അങ്ങനെയൊന്നില്ല ഇൻക്യാരം. അയാൾ സുലൈമാൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു. സുലൈമാൻ അത് വലിച്ചു മാറ്റി പോകുന്നു. ഇൻക്യാരം, ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കലാപം നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. അവരെന്നെപ്പറ്റി അപവാദം പറഞ്ഞു നടക്കുകയാണ്. എന്നോട് കരുണ കാണിക്കണം. അയാൾ വിളിച്ചു പറഞ്ഞു. സിംഹാസനത്തിലിരുന്ന് സുലൈമാൻ പറയുന്നു, ഞാൻ എൻ്റെ സൈനികർക്ക് 2 ലക്ഷം ഗോൾഡ് കോയിൻസ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കലാപത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കുവാനും വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും സംഭവിച്ച നഷ്ടം പരിഹരിക്കുവാനും ആവശ്യമായ പണം ഖജനാവിൽ നിന്നും അനുവദിച്ചിരിക്കുന്നു. പാഷമാർ തല കുമ്പിട്ടു. ഗേറ്റിന് പുറത്ത് കാത്തു നിന്നിരുന്ന സൈനികരോട് ഗാർഡ്സ് വന്ന് പറയുന്നു, ഇൻക്യാരം നിങ്ങൾക്ക് 2 ലക്ഷം ഗോൾഡ് കോയിൻസ് അനുവദിച്ചിട്ടുണ്ട്. സുൽത്താൻ സുലൈമാൻ നീണാൽ വാഴട്ടെ, മുസ്തഫ ആഗ നീണാൽ വാഴട്ടെ. മറ്റൊരു ഗാർഡ് മുസ്തഫ ആഗയുടെ തല അവർക്ക് മുന്നിലേക്കിട്ടു. ബാദുഷാ അദ്ദേഹത്തെ വഞ്ചിച്ച് ചതിയന്മാരുടെ തലയെടുത്തു. ഈ ആഗമാർ പറഞ്ഞു പറ്റിച്ച് കലാപത്തിന് ഇറക്കിവിട്ട എല്ലാ സൈനികരോടും ഇൻക്യാരം ക്ഷമിച്ചിരിക്കുകയാണ്. അവർ അസ്വസ്ഥതയോടെ നിന്നു. വിഷമിച്ചിരുന്ന ഖദീജ സുൽത്താനെ ആശ്വസിപ്പിക്കാൻ വാലിദ സുൽത്താന ശ്രമിച്ചു. വിഷമിക്കേണ്ട ഖദീജ, അള്ളാഹു ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കുട്ടികളെ തരും. ഞാനിതെങ്ങനെ ഇബ്രാഹിമിനോട് പറയും വാലിദ? സുലൈമാനും സങ്കടത്തിലായിരുന്നു. ഇബ്രാഹിം തിരിച്ചുള്ള യാത്രയിലും. ദിവസങ്ങൾ കടന്നുപോയി. മാർക്കറ്റിൽ വ്യാപാരികൾ പഴയതുപോലെ കച്ചവടം ആരംഭിച്ചു. ഹുറം സുലൈമാനോട് വന്ന് അവളുടെ മോതിരം കാണാനില്ലെന്ന് പറയുന്നു. സുലൈമാൻ സമാധാനിപ്പിച്ചു. മാഹിദേവരാൻ ആ മോതിരം എടുത്ത് നോക്കുന്നു. ഇബ്രാഹിം പാലസിലേക്ക് വരുന്നു. പെട്ടെന്ന് ഇബ്രാഹിമിൻ്റെ മുന്നിൽപ്പെട്ട നിഗാർ കാഫ ഞെട്ടിപ്പോയി. അവൾ കുമ്പിട്ടു. നിഗാർ കാഫ, പേടിക്കണ്ട, നീ സുഖമായിരിക്കുന്നോ? ഇബ്രാഹിം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സ്വാഗതം പാഷ, ഞാൻ അങ്ങയുടെ ചേംബറിൻ്റെ ജനലുകൾ തുറന്നിടുകയായിരുന്നു. താങ്ക് യു നിഗാർ. ഇൻക്യാർ അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടോ? അദ്ദേഹം അങ്ങയെ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇബ്രാഹിം പോയി. നിഗാർ ഒരു നിമിഷം അവിടെ നിന്നിട്ട് നടന്നു. ഇബ്രാഹിം ചെന്ന് കുമ്പിട്ടു. ഇൻക്യാരം. സുലൈമാൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഇബ്രാഹിം അടുത്തേക്ക് ചെന്നു. സുലൈമാൻ കൈ നീട്ടുന്നു. ഇബ്രാഹിം മുത്തം വെച്ചു. നീ എവിടെയായിരുന്നു ഇബ്രാഹിം? ഞങ്ങൾ നിന്നെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. ഇബ്രാഹിം കുമ്പിട്ടു.
സൈനികർ ഈ സിറ്റി നശിപ്പിച്ചുവല്ലേ ഇൻകാരം. വരുന്ന വഴിയിൽ ഞാൻ കേട്ടു. അങ്ങ് ദുഃഖത്തിലായിരുന്ന സമയത്ത് എനിക്ക് അങ്ങയുടെ അടുത്തുണ്ടാവാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം ഇൻകാരം. നീ കേട്ടത് ശരിയാ. ഇവിടെ സംഭവിച്ചത് മഹാദുരന്തം തന്നെയായിരുന്നു. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് നമ്മൾ അതിനെ അതിജീവിച്ചു. ആ സമയത്ത് നീ ഈജിപ്തിലും ഞാൻ എഡ്രിനിലുമായിരുന്നു. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത നേരം നോക്കി ആ വഞ്ചകർ കലാപം നടത്തി. അവർ പാലസിലേക്കും കടന്നു കയറാൻ ശ്രമിച്ചു. അങ്ങയുടെ കുടുംബം ഇപ്പോൾ സുഖമായിരിക്കുന്നു ഇൻകാരം. ആ സമയത്ത് എൻ്റെ വാലിദയും ഷഹസാദുമാരും സുൽത്താനമാരും എൻ്റെ സ്ത്രീകളും താഴെ നിലവറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി ഹദീജ അവളുടെ സ്വന്തം പാലസിൽ പെട്ടുപോയി. എൻ്റെ സുൽത്താന, ഇബ്രാഹിം പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, അവൾ സുരക്ഷിതയായിരിക്കുന്നു. മാത്രാച്ചിയും ലിയോ എഫൻഡിയുമാണ് അവളെ രക്ഷിച്ചത്. അവർ ഹദീജയെ മാത്രമല്ല ഹുറത്തെയും ഷഹസാദുമാരെയും രക്ഷിച്ചു. ഇബ്രാഹിം തലയാട്ടി. സുലൈമാൻ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ഇബ്രാഹിമിനെ നോക്കി നിന്നു. ഇബ്രാഹിമും ശ്രദ്ധിച്ചു. സുലൈമാൻ തിരിഞ്ഞു നിന്നു. ഇബ്രാഹിം ആകാംക്ഷയോടെ നോക്കുന്നു. ഇൻകാരം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുലൈമാൻ നോക്കുമ്പോൾ ഹദീജയും ഗുൽഫമും കൂടി ഗാർഡനിൽ നടക്കുന്നത് കണ്ടു. ഇബ്രാഹിം, ഹദീജ നിന്നെ ഗാർഡനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ അവളുടെ അടുത്തേക്ക് ചെല്ല്. ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഇബ്രാഹിം സംശയത്തോടെ നോക്കുന്നു. എന്നിട്ട് ഹദീജയെ നോക്കി. ഞാൻ പോട്ടെ ഇൻകാരം. ഇബ്രാഹിം കുമ്പിട്ടിട്ട് പോയി. ഇബ്രാഹിം പാഷ സുരക്ഷിതമായി പാലസിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്, ഗുൽഫാം പറഞ്ഞു. ഞാനിതെങ്ങനെ അവനോട് പറയും ഗുൽഫാം? എൻ്റെ സുൽത്താന, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ എത്തിയിരിക്കുകയല്ലേ. അദ്ദേഹം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇനി സുൽത്താനയ്ക്ക് കരയേണ്ടി വരില്ല. സുൽത്താനയെ വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ ഇബ്രാഹിം പാഷയ്ക്ക് വിഷമമാവും. സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. ഇബ്രാഹിം ഹദീജയുടെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ട ഹദീജ എണീറ്റു. ഇബ്രാഹിം. മറ്റുള്ളവർ അവിടുന്ന് മാറി. ഹദീജയുടെ കണ്ണ് നിറഞ്ഞു. ഇബ്രാഹിം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളെ ഹഗ് ചെയ്തു. ഇബ്രാഹിം, എന്നോട് ക്ഷമിക്കണം. ഇബ്രാഹിം അവളുടെ വയറ്റിൽ തൊട്ടിട്ട് ചോദിക്കുന്നു. എന്തു പറ്റി? നമ്മുടെ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിക്കാനായില്ല. എനിക്കതിനെ നഷ്ടപ്പെട്ടു. ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. അവർ നമ്മുടെ പാലസിന് തീയിട്ടു. ഞങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഞാൻ വീണു. ഇബ്രാഹിം അവളുടെ കയ്യിൽ പിടിച്ചു. നീ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമായി നിന്നെ വരവേൽക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇബ്രാഹിം ദീർഘശ്വാസം എടുത്തു. കരയേണ്ട സുൽത്താന. നിങ്ങളുടെ ഓരോ തുള്ളിക്കണ്ണീരിനും ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും പകരം ചോദിച്ചിരിക്കും. ഇതൊക്കെ മറക്കാൻ ശ്രമിക്കാം. സന്തോഷമായിരിക്കാം. അവർ അവിടുന്ന് നടന്നു നീങ്ങുന്നത് നോക്കിക്കൊണ്ട് സുലൈമാൻ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു.